ശ്രീലളിതാ സഹസ്രനാമ സ്തോത്ര പഠനം 22 ഭാഗം. അമേ നാരായണ. 333 നാമം വാരുണി മതവിഹ്വല. ഈന്തപ്പഴത്തിൻ്റെ വീഞ്ഞിനെയാണ് സാധാരണയായി വാരുണി എന്ന് വിളിക്കാറ്. വീഞ്ഞ് സേവിച്ച് മതോന്മത്തയായ ദേവി ലളിതാംബിക. പൗരാണിക ശാസ്ത്രത്തിൽ വീഞ്ഞിൻ്റെയും ലഹരിയുടെയും മൂർത്തിയായിട്ട് പറയുന്നത് വാരുണി ദേവിയെയാണ്. ഇതാണ് ഒരു സ്ഥൂലാർത്ഥം. എന്നാൽ സൂക്ഷ്മാർത്ഥത്തിൽ ബ്രഹ്മാനന്ദമാകുന്ന ലഹരിയിൽ ലയിച്ചിരിക്കുന്ന ദേവി എന്നർത്ഥത്തിൽ ദേവിയെ വാരുണി മതവിഹ്വല എന്ന് വിളിക്കുന്നു. 334 നാമം വിശ്വാധിക. വിശ്വത്തെയും അധികരിച്ച് അഥവാ കവിഞ്ഞു നിൽക്കുന്ന പ്രഭാവമുള്ളവൾ എന്നർത്ഥത്തിൽ ദേവിയെ വിശ്വാധിക എന്ന് വിളിക്കുന്നു. 335 നാമം വേദവേദ്യ. എന്നാൽ വേദങ്ങളിലൂടെ അറിയാൻ സാധിക്കുന്ന ശക്തി, ആ ശക്തി സ്വരൂപിണിയായ ദേവിയെ വേദവേദ്യ എന്ന് വിളിക്കുന്നു. നാമം 336 വിന്ധ്യാചല നിവാസിനി. ദുർഗാദേവിയാണ് പൗരാണികമായി വിന്ധ്യാവാസിനി എന്ന് വിളിച്ചു പോരുന്നത്. ദേവി മഹാത്മ്യപ്രകാരം മഹിഷാസുരവധത്തിന് ശേഷം ദുർഗാദേവി വിന്ധ്യാചലത്തിൽ താമസിച്ചു എന്ന് പറയുന്നു. നിസുംഭാസുരന്മാരുടെ വധത്തിന് ശേഷമാണ് ദേവി വിന്ധ്യാചലത്തിൽ വാസമുറപ്പിച്ചത് എന്നും ചില ഗ്രന്ഥങ്ങളിൽ കാണാം. വിന്ധ്യാചലത്തിലെ വിന്ധ്യാവാസിനി ക്ഷേത്രത്തിൽ നവരാത്രി നാളുകളിൽ വിശേഷാൽ പൂജകൾ നടക്കുന്നു. ഇനി നോക്കൂ, വിധാത്രി. പ്രപഞ്ചത്തിൻ്റെ രക്ഷക, പ്രപഞ്ചത്തെ സംരക്ഷിക്കുന്നവൾ എന്ന അർത്ഥത്തിൽ ശ്രീ ലളിതാ ത്രിപുര സുന്ദരിയെ വിളിക്കുന്ന നാമമാണ് വിധാത്രി. സാധാരണയായി സരസ്വതി ദേവിയെയാണ് വിധാത്രി എന്ന് വിളിച്ച് കാണുന്നത്. വിധാതാവ് അഥവാ ബ്രഹ്മാവിൻ്റെ പത്നി എന്ന അർത്ഥത്തിലും ഈ നാമം ഉപയോഗിച്ച് കാണുന്നുണ്ട്. വൈഷ്ണവ ആരാധനാ രീതിയിൽ വൈകുണ്ഠത്തിൻ്റെ 8 കാവൽക്കാരിൽ ഒരാളായി വിധാത്രിയെ പറഞ്ഞു കാണുന്നു. 338 നാമം വേദജനനി. വേദങ്ങളെ സൃഷ്ടിച്ചവൾ എന്നർത്ഥം. ഗായത്രി മന്ത്രസ്വരൂപിണിയായ ദേവിയെയാണ് വേദജനനി, വേദമാത എന്നൊക്കെ വിളിക്കാറുള്ളത്. സദാശിവപത്നിയായ ശ്രീ ലളിതാംബികയെയും ബ്രഹ്മാവിൻ്റെ പത്നിയായ സരസ്വതിയുടെയും ഒരു ഭാവമാണ് മാതാ ഗായത്രി എന്ന് വിശ്വസിക്കുന്നു. ഇനി നോക്കൂ, 339 നാമം വിഷ്ണുമായ. മായാസ്വരൂപിണിയായ ശ്രീ ലളിതാംബിക ദേവിയെ വിഷ്ണുമായ എന്ന് വിളിക്കുന്നു. ഇവിടെ വിഷ്ണു എന്നതുകൊണ്ട് പരമാത്മാവ് എന്ന അർത്ഥത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഭാരതീയ വേദാന്തം പ്രപഞ്ചത്തിന് നൽകുന്ന നിരവധി വ്യാഖ്യാനങ്ങളിൽ ഒന്നാണ് മായ എന്ന സങ്കല്പം. ഭാരതീയ തത്വചിന്ത അനുസരിച്ച് പരമതത്വമായ ബ്രഹ്മത്തിന് മാത്രമാണ് യഥാർത്ഥ നിലനിൽപ്പുള്ളത് എന്ന് വിശ്വസിച്ചു വരുന്നു. എങ്കിലും ഈ പ്രപഞ്ചവും അതിലെ എണ്ണമറ്റ വസ്തുക്കളും നിലനിൽക്കുന്നു എന്ന നമ്മുടെ ഉള്ളിലെ ആ തോന്നലിനെയാണ് മായ എന്ന് പറയുന്നത്. ഈ മായ നീക്കി നമ്മുടെ ഉള്ളിൽ ബ്രഹ്മജ്ഞാനം നിറയ്ക്കുന്നതിനാണ് നാം ലളിതാംബികാ ദേവിയെ ഭജിക്കുന്നതും ശ്രീ ലളിതാ സഹസ്രനാമം ചൊല്ലുന്നതും. ഇനി എന്താ അടുത്ത നാമം? 340 നാമം വിലാസിനി. ഈ പ്രപഞ്ചം ദേവിയുടെ ഒരു ലീലാവിലാസമാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ദേവിയെ വിലാസിനി എന്ന് വിളിക്കുകയാണ്. ലളിത എന്ന നാമം തന്നെ ലീലകളാടുന്നവൾ, ലീലയിൽ പ്രിയമുള്ളവൾ എന്ന അർത്ഥത്തിലാണ് ദേവിയെ ലളിത എന്ന് തന്നെ വിളിക്കുന്നത്. ഇപ്രകാരം മായാലീലാവിലാസം നടത്തുന്നവളായ ദേവിയെ വിലാസിനി എന്ന് വിളിക്കുന്നു. അപ്പോൾ നമ്മൾ ഈ പ്രപഞ്ചത്തിൽ കാണുന്നതെല്ലാം നമ്മളെ അലട്ടുന്ന കാര്യങ്ങളായാലും നമ്മൾ ഏറെ അഹങ്കരിക്കുന്ന കാര്യങ്ങളായാലും എല്ലാം തന്നെ ദേവിയുടെ ഈ മായാവിലാസത്തിൻ്റെ ഭാഗം മാത്രമാണ് എന്നറിയാനാണ് നാം ശ്രീ ലളിതാ സഹസ്രനാമ സ്തോത്രം പാരായണം ചെയ്യുന്നത്. ഇനി 341 മുതൽ 343 വരെയുള്ള നാമങ്ങൾ നോക്കൂ. ക്ഷേത്രസ്വരൂപ, ക്ഷേത്രേശി, ക്ഷേത്രജ്ഞപാലിനി.
ക്ഷേത്രസ്വരൂപ. ക്ഷേത്രം എന്നതുകൊണ്ട് നമ്മുടെ സ്ഥൂല ശരീരം, കൈകാലുകളും ഉടലും അടങ്ങുന്ന നമ്മൾ ഈ കാണുന്ന ശരീരത്തെയാണ് ക്ഷേത്രം എന്ന് പറയുന്നത്. പഞ്ചഭൂതാത്മകമായ ശരീരം. ആ ശരീരമാകുന്ന ക്ഷേത്രം ദേവിയുടെ സ്വരൂപമാകുന്നു. ഈ ശരീരം എന്ന് പറയുന്നത് ശ്രീ ലളിതാ ത്രിപുര സുന്ദരി തന്നെയാകുന്നു. ആ സത്യം തിരിച്ചറിയുന്നതിലൂടെ ഈ ശരീരമാകുന്ന ആ ആലയത്തിലേക്ക് ലഹരി വസ്തുക്കളോ അനാവശ്യമായ ഭക്ഷ്യപദാർത്ഥങ്ങളോ പാനീയങ്ങളോ കടത്തിവിടാതിരിക്കലാണ് ശ്രീ ലളിതാദേവിക്ക് വേണ്ടി നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ പ്രാർത്ഥന എന്ന് പറയുന്നത്. ക്ഷേത്രൈശി, ആ ക്ഷേത്രത്തെ, ആ ശരീരത്തെ സംരക്ഷിക്കുന്നവൾ എന്നർത്ഥത്തിൽ 342 നാമം ക്ഷേത്രൈശി. ക്ഷേത്രജ്ഞപാലിനി. ഇനി ക്ഷേത്രമാകുന്ന ശരീരവും ആ ക്ഷേത്രത്തിൽ വസിക്കുന്ന ജീവനും, ക്ഷേത്രജ്ഞ എന്നാൽ ആ ജീവൻ, ആ ജീവനെയും സംരക്ഷിക്കുന്നതാരാണ്? ശ്രീ ലളിതാ ത്രിപുര സുന്ദരിയാകുന്നു. നമ്മൾ പറഞ്ഞു, ശ്രീവിദ്യാതന്ത്ര പ്രകാരം ഈ പ്രപഞ്ചത്തിന് മുഴുവൻ ആധാരശക്തിയായി കാണുന്നത് ശ്രീ ലളിതാ ത്രിപുര സുന്ദരിയെയാണ്. അപ്പോൾ നമ്മുടെ ശരീരം ദേവി തന്നെയാണ്. ആ ശരീരത്തിന് അകത്ത് വസിക്കുന്ന ജീവാത്മാവും ആരാണ്? ദേവി ലളിതാംബികയാകുന്നു. 344 നാമം ക്ഷയവൃദ്ധി വിനിർമുക്ത. ദേവി എന്നത് ഒരു ചൈതന്യമാണ്, ശരീരമില്ലാത്ത ഒരു ചൈതന്യമാണ്. അതിനാൽ തന്നെ ആ ചൈതന്യത്തിന് ക്ഷയവൃദ്ധി, ശക്തിക്ഷയങ്ങളൊന്നും സംഭവിക്കുന്നില്ല. അതിനാൽ ദേവി ക്ഷയവൃദ്ധികൾക്ക് അതീതയാണ്, ക്ഷയവൃദ്ധി വിനിർമുക്തയാണ്. ദേവിയുടെ തലയിൽ ചൂടിയിരിക്കുന്ന ആ ചന്ദ്രക്കല പോലും ക്ഷയവൃദ്ധികൾക്ക് അതീതമാണ് എന്ന് നമ്മൾ പറയേണ്ടായി. നാമം 345 ക്ഷേത്രപാല സമർച്ചിത. ക്ഷേത്രപാലകനാൽ അർച്ചിക്കപ്പെടുന്നവൾ എന്ന അർത്ഥത്തിൽ ശ്രീ ലളിതാ ത്രിപുര സുന്ദരിയെ വിളിക്കുന്നു ക്ഷേത്രപാല സമർച്ചിത. ക്ഷേത്രപാലൻ എന്നാൽ ശിവൻ്റെ അംശരൂപികളാണ്. ധാരികവധത്തിനായി ശിവൻ്റെ തൃക്കണ്ണിൽ നിന്ന് ഭദ്രകാളിയായി ആദിപരാശക്തി അവതരിച്ചു. ധാരികവധത്തിന് ശേഷം ക്രോധമടങ്ങാത്ത കാളിയെ കണ്ട് ദേവകൾ പോലും നടുങ്ങി. ഭദ്രകാളിയുടെ രോഷമടക്കാനായി ശിവൻ കാളിയെ സ്തുതിച്ച് നൃത്തം ചെയ്തത്രേ. ഇതിൽ സംപ്രീതയായ ദേവിയുടെ രോഷമടങ്ങി. ഇപ്രകാരം ക്ഷേത്രപാലകനായ ശിവനാൽ അർച്ചിക്കപ്പെട്ട ദേവി എന്ന അർത്ഥത്തിൽ ദേവിയെ ക്ഷേത്രപാല സമർച്ചിത എന്ന് വിളിക്കുന്നു. നാമം 346 വിജയ. എല്ലായ്പ്പോഴും ജയിക്കുന്നവൾ, ഭക്തർക്ക് വിജയം നൽകി അനുഗ്രഹിക്കുന്നവൾ കൂടിയാണ് ശ്രീ ലളിതാ ത്രിപുര സുന്ദരി. നാമം 347 വിമല. മലിനമാക്കപ്പെടാത്തവൾ എന്നർത്ഥത്തിൽ വിമല എന്ന് വിളിക്കുന്നു. പരിശുദ്ധയായ ദേവി. ദേവി അഗ്നി പോലെയാണ്. അഗ്നി മറ്റ് പഞ്ചഭൂതങ്ങളെ അപേക്ഷിച്ച് അഗ്നിക്കുള്ള ഏറ്റവും വലിയ പ്രത്യേകതയാണ് ഒന്നിനോടും ചേർന്ന് മലിനമാക്കപ്പെടുകയില്ല എന്ന് മാത്രമല്ല, എല്ലാത്തിനെയും ശുദ്ധി ചെയ്യുന്ന ഒന്നാണ് അഗ്നി. ദേവിയോട് എല്ലായ്പ്പോഴും ചേർത്ത് പറയുന്ന ഒരു എലമെൻ്റാണ് അഗ്നി. അതുപോലെ തന്നെയാണ് ദേവിയും. ദേവി ഒരിക്കലും മലിനയാക്കപ്പെടുന്നില്ല എന്ന് മാത്രമല്ല, ദേവിയോട് ചേരുന്ന എല്ലാവരും പരിശുദ്ധരാക്കപ്പെടുന്നു. അജ്ഞാനമില്ലാത്തവൾ, മായയാകുന്ന അജ്ഞാനത്തിൽ കിടന്നുഴലാത്തവൾ എന്ന അർത്ഥത്തിലും ദേവിയെ വിമല എന്ന് വിളിക്കുന്നു. ഇനി നോക്കൂ, 348 നാമം വന്ധ്യ. ഈ പ്രപഞ്ചത്തിലെ സകല ചരാചരങ്ങളാലും വന്ദിക്കപ്പെടുന്നവൾ എന്നർത്ഥത്തിൽ ശ്രീ ലളിതാ ത്രിപുര സുന്ദരിയെ വന്ധ്യ എന്ന് വിളിക്കുന്നു. 349 നാമം വന്ദാരുജനുവത്സല. വന്ദാരു എന്ന സംസ്കൃത പദത്തിനർത്ഥം വന്ദിക്കുന്നവർ അല്ലെങ്കിൽ സ്തുതിക്കുന്നവർ എന്നൊക്കെയാണ്. ആത്മാർത്ഥമായി ദേവിയെ പ്രാർത്ഥിക്കുന്നവരിൽ ഏറെ പ്രിയമുള്ള ശ്രീ ലളിതാ ത്രിപുര സുന്ദരി ഒരു അമ്മ കുഞ്ഞിനെ എന്ന പോലെ അവരെ കാത്തു രക്ഷിക്കുന്നു എന്ന് പറയുന്നു. ഇനി നോക്കുക, 350 നാമം വാഗ്വാദിനി. സരസ്വതീ ദേവിയുടെ മറ്റൊരു നാമമാണ് വാഗ്വാദിനി. അതിമനോഹരമായി സംസാരിക്കാനുള്ള കഴിവ്, വാണീവിലാസമുള്ള
ദേവി സരസ്വതി. ശ്രീ ലളിതാദേവിയുടെ ഉപാംഗയായി കരുതപ്പെടുന്ന ഒരു ദേവിയാണ് വാഗ്വാദിനി. ഭക്തന് വാക്ചാതുരി നൽകി അനുഗ്രഹിക്കുന്ന ദേവി ലളിതാംബികയെ വാഗ്വാദിനി എന്ന് വിളിക്കുന്നു. ശ്രീ ലളിതാ ത്രിപുര സുന്ദരിയുടെ 15 നാമങ്ങളാണ് ഇന്ന് നമ്മൾ പഠിച്ചത്. എന്തൊക്കെയായിരുന്നു? വാരുണി മതവിഹ്വല, വിശ്വാധിക, വേദവേദ്യ, വിന്ധ്യാചല നിവാസിനി, വിധാത്രി, വേദജനനി, വിഷ്ണുമായ, വിലാസിനി, ക്ഷേത്രസ്വരൂപ, ക്ഷേത്രേശി, ക്ഷേത്രജ്ഞപാലിനി, ക്ഷേവൃദ്ധി വിനിർമുക്ത, ക്ഷേത്രപാല സമർച്ചിത, വിജയ, വിമല, വന്ധ്യ, വന്ദാരുജനവത്സല, വാഗ്വാദിനി. ഇനി ബാക്കിയുള്ള നാമങ്ങൾ നമുക്ക് ഇനി ഒരു വീഡിയോയിൽ നോക്കാം. നന്ദി.